ഞങ്ങളുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ബാബ്സ് മന്ദിറിലേക്ക് ഒരു യാത്ര. ദാ അങ്ങ് ദൂരെ കാണുന്ന അമ്പലം. പ്രവേശനം സൗജന്യം. അമ്പലത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാം. വടക്കേ ഇന്ത്യൻ ശൈലിയിൽ പണിയെടുപ്പിച്ച അമ്പലം. ശില്പാലങ്കാരം മനോഹരം. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഡിജിറ്റൽ സ്ക്രീൻ കാണാം. പിന്നെ മുകളിലേക്ക് അമ്പലത്തിന്റെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ, താഴികക്കുടങ്ങൾ, മനോഹരമായ കൊത്തുപണികൾ. ദി വാൾ ഓഫ് ഹാർമണി എന്ന് വിളിക്കുന്ന ഈ മനോഹരമായ ഡിജിറ്റൽ സ്ക്രീൻ. ഹാർമണി എന്ന അർത്ഥം വരുന്ന വാക്കുകൾ പല ഭാഷകളിലായി ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒപ്പം പല രാജ്യങ്ങളുടെയും ലാൻഡ്മാർക്ക് മോണുമെന്റ്സുകൾ, സാംസ്കാരിക നായകന്മാർ എന്നിവരുടെ രൂപങ്ങളും ഇവിടെ കാണാം. പിന്നെ മലയാളത്തിൽ ഐക്യം എന്നും എഴുതി വച്ചിരിക്കുന്നത് കാണാം. ഒപ്പം സ്ക്രീനിന് മുകളിൽ വസുദേവൈക കുടുംബകം എന്നും എഴുതി വച്ചിട്ടുണ്ട്. ബർജ് ഖലീഫ, ബർജ് അൽ അറബ്, ഈഫൽ ടവർ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളുടെ ലാൻഡ്മാർക്ക് മോണുമെന്റ്സ്, ഷേഖ് സയ്യിദ് മോസ്ക്, പിന്നെ കോയിൻ ബിൽഡിംഗ്, ഇങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അടയാളങ്ങൾ നമുക്ക് ഈ ഡിജിറ്റൽ സ്ക്രീനിന് ചുറ്റുമായി കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ ഭഗവത് ദർശനത്തിനായി അമ്പലനടയിലേക്ക്. ദാ ഇവിടെ ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം. പ്രസാദ വിതരണം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായി കുറേ മരത്തടികൾ കറുത്ത പെയിൻ്റ് അടിച്ചതുപോലെ ഇവിടെ നമുക്ക് കാണാം. ഇത് ചെക്കോസ്ലോവാക്യൻ ഗവൺമെൻറ് അവരുടെ സ്നേഹസമ്മാനമായി അമ്പലത്തിലേക്ക് എത്തിച്ചതാണ്. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി തൊട്ടടുത്തായി നമ്മൾക്ക് ഒരു ചർച്ചും കാണാം. ഇത് അമ്പലത്തിന് മുന്നിലെ ഡിവൈൻ ഐ എന്ന നിർമ്മിതി. രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ്സ്റ്റോൺ, ഇറ്റാലിയൻ മാർബിൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ നയനമനോഹരമായ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ ചുറ്റിനും പലതരത്തിലുള്ള കൊത്തുപണികൾ, ആർട്ട് വർക്കുകൾ നമുക്ക് കാണാം. രാമായണം, ശിവപുരാണം, ഭാഗവതം, മഹാഭാരതം എന്നിവയോടൊപ്പം മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അറേബ്യൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ തുടങ്ങിയ ഇതിഹാസങ്ങളുടെയും അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഗോപുരത്തിന് മുകളിലും പുരാണ ഇതിഹാസങ്ങളെ പ്രതിപാദിക്കുന്ന കൊത്തുപണികൾ, താഴികക്കുടങ്ങളിൽ പഞ്ചഭൂതം, കുതിര, ഒട്ടകം, ബാൽക്കൺ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കൊത്തുപണികളും കാണാം. നയനമനോഹരം ഇവയൊക്കെയും. പുരാണ ഇതിഹാസങ്ങളുടെ കഥ പറഞ്ഞു തരുന്ന സൃഷ്ടികൾ ഇവയെല്ലാം. ക്ഷേത്രകോവിലിന് ഉൾവശം നിർമ്മിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ചാണ്. ക്ഷേത്രത്തിന് ഉൾഭാഗത്ത് വീഡിയോഗ്രാഫി അനുവദനീയം അല്ല. അമ്പലത്തിനകത്ത് കയറി ഇടത്തേക്ക് പോയി ആദ്യം പരമശിവൻ, പാർവതി, ഗണപതി, മുരുകൻ എന്നിവരുടെ മാർബിൾ ശില്പങ്ങൾ നമുക്ക് കാണാം. പിന്നെ സ്വാമിനാരായൺ, ഗുണചിദാനന്ദ സ്വാമികൾ എന്നിവരുടെ മാർബിൾ ശില്പങ്ങൾ. അടുത്തതായി മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും, പിന്നെ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങളും. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വാമി അയ്യപ്പനും 18 പടിയോടുകൂടി അവിടെ ഇരിക്കുന്നു. ഒപ്പം ശ്രീകൃഷ്ണ ഭഗവാനും രാധയും, പിന്നെ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും ഒക്കെ.
അങ്ങനെ എത്ര കേട്ടാലും മതിവരാത്ത ഭഗവാന്റെ ലീലാവിലാസ കഥകൾ ഇവിടെ ശില്പങ്ങളായി. മണ്ണ് തിന്ന കണ്ണനോട് വായു തുറക്കാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, അമ്മ പേടിക്കും, എന്നിട്ട് വായു തുറന്ന് 14 ലോകങ്ങളും കാട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങൾ. ഈ കൊത്തുപണികൾ അധികവും ചെയ്തിട്ടുള്ളത് 2000-ഓളം വരുന്ന രാജസ്ഥാനിലെ ശില്പികളാണ്. പാരമ്പര്യവും നവീനവും വാസ്തുശില്പകലയും സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തി ഒരുക്കിയ ഈ ക്ഷേത്രം ഒരു മഹാ അത്ഭുതം തന്നെ എന്ന് പറയണം. ടെക്നോളജി എന്നതിലുപരി മനുഷ്യൻ്റെ കലാപരമായ കഴിവിൻ്റെ അടയാളം തന്നെ ഇവ. ഈ നിർമ്മാണ മികവ് അപാരം തന്നെ. നേരിൽ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെ ഈ ശിലാക്ഷേത്രം. 2 താഴികക്കുടങ്ങൾ, UAEയുടെ 7 എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങൾ. അങ്ങനെ മനോഹരമായ ഈ ക്ഷേത്രം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. ഗംഗ, യമുന, സരസ്വതി നദികളെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്ന 2 ജലധാരകൾ. ഈ കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾ ആണ് മറ്റൊരു സവിശേഷത. നദികളിലെ വെള്ളം അവിടെ നിന്നും കൊണ്ടുവന്ന് ഇതിൽ നിറച്ചിരിക്കുന്നതാണ്. ഭക്തജനങ്ങൾ ഈ ജലധാരകൾക്ക് ചുറ്റുമായി കൂടിയിരിക്കുന്നത് കാണാം. കണ്ണുകൾക്ക് കാഴ്ച വിസ്മയം.
ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വെളിയിലേക്ക് വന്നപ്പോൾ പ്രസാദ വിതരണവും അവിടെ നിന്ന്